അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് ഷിഫ ഖുർആൻ തഫ്സീർ ക്ലാസ് അതിൻ്റെ 18ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സൂറത്തുൽ മുൽക്കിലെ 18ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യുകയും വിശദീകരണം പഠിക്കുകയും ചെയ്യുന്നത്. വലഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം ഫകൈഫ കാന നകീർ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്ന ചോദ്യം. വലഖദ് തീർച്ചയായും, നിശ്ചയമായും, കദ്ദബ നിഷേധിച്ചിട്ടുണ്ട്, കളവാക്കിയിട്ടുണ്ട്, അല്ലദീന ഒരു വിഭാഗം, മിൻ ഖബ്ലിഹിം അവരുടെ മുൻഗാമികളായ, അഥവാ ഒരുപാട് മുൻഗാമികൾ പ്രവാചകന്മാർ കടന്നു വന്നപ്പോൾ അവരെ നിഷേധിക്കുകയും കളിയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ഫകൈഫ അപ്പോൾ എങ്ങനെയായിരുന്നു, ഫകൈഫ അപ്പോൾ എങ്ങനെയാണ്, കാന ആയിരുന്നു, നകീർ അള്ളാഹുവിൻ്റെ ശിക്ഷാ നടപടി അല്ലെങ്കിൽ പ്രതികാര നടപടി, അള്ളാഹു എങ്ങനെയാണ് അതിനെ പ്രതിഷേധിച്ചത്, അതാണ് റബ്ബ് ചോദിക്കുന്നത്. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, ഫഇന്ന മൻ ഖബ്ലകും കദ്ദബു കമാ കദ്ദബതും. നിങ്ങളറിയണം മനുഷ്യരെ, നിങ്ങൾ നിഷേധിക്കുന്നത് പോലെ നിങ്ങളുടെ മുൻഗാമികളും നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹ് എന്താ ചെയ്തത്? ഫഅഹ്ലകഹുമുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുകയായിരുന്നു. ഫൻദുറൂ അതുകൊണ്ട് നിങ്ങൾ നോക്കുക, കൈഫ ഇൻകാറുല്ലാഹി അലൈഹിം അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് അതിനെ നിഷേധിച്ചതെങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനോട് പ്രതികാരം ചെയ്തത് എങ്ങനെയാണ്. അജലഹും ബിൽ ഉഖൂബത്തി ദുനിയവിയ്യ ഖബ്ല ഉഖൂബത്തിൽ ആഖിറ. പരലോകത്തെ ശിക്ഷയ്ക്ക് മുമ്പായി ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷ അവർക്ക് റബ്ബ് നേരത്തെ നൽകി. ഫഹ്ദറൂ അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത പാലിക്കുക. അയ്യുസീബക്കും മ അസാബഹും അവരെ ബാധിച്ച ശിക്ഷ എങ്ങനെയാണോ ആ ശിക്ഷ നിങ്ങളെയും ബാധിക്കുന്നതിനെ തൊട്ട് നിങ്ങൾക്ക് പേടിയുണ്ടാകണം. ആ ഒരു ബേജാറ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിലനിർത്തണമെന്ന് മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തരികയാണ്. ആയത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം, തീർച്ചയായും അവർക്ക് മുമ്പുള്ളവരും സത്യത്തെ നിഷേധിച്ച് തള്ളിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രതിഷേധം, ശിക്ഷ എങ്ങനെയുള്ളതായിരുന്നു എന്ന് നോക്കുക. അപ്പോൾ നിഷേധിക്കുക എന്നുള്ളതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ സംഗതി, അവർ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ജീവിതവുമായി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുക, അള്ളാഹുവിൻ്റെ എത്ര കൽപ്പനകളെയാണ് നമ്മൾ നിഷേധിക്കാറുള്ളത്. നമ്മൾ വിശ്വാസികളാണെന്ന് പറയുന്നു, നമ്മൾ മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നു, പക്ഷേ അതോടൊപ്പം റഹ്മാനായ റബ്ബിൻ്റെ എത്ര കൽപ്പനകളെ നമ്മൾ ജീവിതത്തിൽ നിഷേധിക്കുന്നുണ്ട്, പ്രവർത്തികളിലൂടെ നിഷേധിക്കുന്നുണ്ട്, നമ്മൾ ചെയ്യാതെ വിട്ടേച്ചു പോകുന്നുണ്ട്. അള്ളാഹു ചെയ്യരുതേ എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യുന്നുണ്ട്. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക. ചില ആളുകൾ ഹദീസുകളിൽ ഇന്ന കാര്യം വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വരെ അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊന്നും പഠിപ്പിക്കാൻ സാധ്യതയില്ല, ഈ പുതിയ കാലത്തൊന്നും ഈ ഒരു നിയമമൊന്നും ശരിയാകൂല എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ വന്ന കാര്യങ്ങൾ വരെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന, അതിനെ ചെറുതായി കാണുന്ന അവസ്ഥ ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. നമ്മുടെ തെറ്റുകളെക്കുറിച്ചുള്ള പേടിയും ഭയവും നമുക്ക്
എപ്പോഴും ഉണ്ടാകണം. എന്തുകൊണ്ടാണ് മുൻഗാമികളെ അള്ളാഹു ഈ ഭൂമി ലോകത്ത് തന്നെ വെച്ച് അവരെ ശിക്ഷിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ അതിന് പറയുന്ന ഒരേ ഒരു കാരണം ഫകുല്ലൻ അഖദ്നാ ബിദംബി, അവരെ പിടികൂടിയത് അവരുടെ പാപങ്ങൾ നിമിത്തമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം റഹ്മാനായ റബ്ബിനെ നമ്മൾ നിഷേധിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച എത്ര തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പലപ്പോഴും തിന്മകളെ വരെ നമ്മൾ നിസ്സാരമായി കാണുന്നു. ഞാനൊന്നും അത്ര തെറ്റ് ചെയ്യാറില്ല, ഞാനൊക്കെ അതിനിപ്പോൾ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. മഹാന്മാരായ മുൻഗാമികൾ അവർ തെറ്റായി കണ്ടത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തെറ്റാണെന്ന് വിചാരിക്കാത്ത കാര്യങ്ങളാണ്. ആ സൂക്ഷ്മതയിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് സമാധാനിക്കാൻ കഴിയുക. ആ സൂക്ഷ്മതയിലേക്ക് പോയ മുൻഗാമികൾക്ക് വരെ ബേജാറായിരുന്നു. ആ പാപത്തിൻ്റെ പേരിൽ, ആ ചെറിയ തിന്മകളുടെ പേരിൽ പിടികൂടുമോ എന്ന പേടിയിൽ ജീവിച്ചവർ. അതുകൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റ് എത്രയോ മാറാനുണ്ട്. പാപങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ മൈൻഡ് സെറ്റ് അത് ശരിക്ക് നമ്മൾ തകർത്ത് പുതിയ സെലഫുകൾ സ്വീകരിച്ച മൈൻഡ് സെറ്റിലേക്ക് മാറുമ്പോൾ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്നിട്ട് അള്ളാഹു പറയാണ്, പാപങ്ങൾ നിമിത്തം നാം അവരെ പിടികൂടുമെന്ന് പറഞ്ഞതിന് ശേഷം ഫമിൻഹും മൻ അർസൽന അലൈഹി ഹസിബ, അവരിൽ ചിലരെ അവർക്കെതിരെ ഞാൻ അവരെ പിടികൂടിയത് എങ്ങനെയാണ്, അവരുടെ മുകളിൽ ഞാൻ ചരൽ വർഷം കല്ലുകൊണ്ടുള്ള മഴ നൽകിയിട്ട് അവരെ നശിപ്പിച്ചത്. വമിൻഹും മൻ അഖദത്ഹു ഹുസൈഹ, ചില വിഭാഗങ്ങൾ അഥവാ സമൂദ് ഗോത്രത്തെ അള്ളാഹു ശിക്ഷിച്ചത് ശക്തമായ ഒരു ശബ്ദം കൊണ്ടാണ്. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർദ്, ചില വിഭാഗങ്ങളെ അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ഖാറൂനിനെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയാണ് ചെയ്തത്. വമിൻഹും മൻ അഗ്റഖ്ന, ചില വിഭാഗങ്ങളെ നമുക്കി നശിപ്പിക്കുകയാണ്, കൊല്ലുകയാണ് ചെയ്തത്. ഫിർഔനിനെ അള്ളാഹു നശിപ്പിച്ചത് അങ്ങനെയാണ്. ചരൽ വർഷം എന്നുള്ള ആ ഒരു ശിക്ഷ വന്നത് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതക്കാണ്. കീഴ്മേൽ ആ നാടിനെ മറിച്ചുവെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സ്വീകരിച്ച ശിക്ഷാ മുറകളെക്കുറിച്ച് ഈ ഭൂമിലോകത്ത്, പരലോകത്തെ ശിക്ഷയല്ല, ഈ ഭൂമിലോകത്ത് തന്നെ റഹ്മാനായ റബ്ബിനെ നിഷേധിച്ചപ്പോൾ, തിന്മകളിലേക്ക് ചേക്കേറിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൗതിക ലോകത്തെടുത്ത അള്ളാഹുവിൻ്റെ നടപടിക്രമത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വിശുദ്ധ ഖുർആൻ മറ്റൊരു ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വ അമ്മ ആദും ഫഉഹ്ലികു ബിരീഹിൻ സർസറിൻ ആതിയ, ശക്തമായി അടിക്കുന്ന കാറ്റുകൊണ്ട് അള്ളാഹു ആദ് സമൂഹത്തെ നശിപ്പിച്ചു എന്നാണ്. ആദ് സമൂഹം അള്ളാഹു ഒരുപാട് ശക്തി നൽകിയ വിഭാഗം, ഒരുപാട് കരുത്തു നൽകിയ വിഭാഗം, ഒരുപാട് ഭൗതിക വിഭവങ്ങൾ നൽകിയ വിഭാഗം. അവർ തന്നെ അഹങ്കാരത്തോടെ പറഞ്ഞു, ഞങ്ങളെക്കാൾ ആരാണ് ഇത്ര ശക്തിയുള്ളവർ, ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കാ കഴിയുക എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞവർ, പാറ തുറന്ന് വീടുണ്ടാക്കിയവർ. അവരെക്കുറിച്ച് തഫ്സീറുകളിൽ കാണാം, നമ്മളൊക്കെ നിന്നാൽ അവരുടെ മുട്ടിൻ്റെ വലിപ്പം പോലും ഉണ്ടാകുകയില്ല എന്നാണ്. അത്രയും ഭീമാകാരമുള്ള വലിപ്പം റഹ്മാനായ റബ്ബ് അവർക്ക് നൽകി. അവരെപ്പോലെ ഒരു സൃഷ്ടിയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്ന്, ഒരു മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്ര വലിയ ഒരു സൃഷ്ടിപ്പുള്ള ശക്തന്മാരായ ആളുകൾ അവരഹങ്കാരത്തോടുകൂടെ അവർ നിലകൊണ്ടു. ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അവരല്ലാഹുവിലേക്ക് വിളിച്ചു, അവരെ ദീനിലേക്ക് വിളിച്ചു. പക്ഷേ അവരത് കേൾക്കാനും സ്വീകരിക്കാനും തയ്യാറായില്ല. അപ്പോൾ റഹ്മാനായ റബ്ബ് അതിശക്തമായ കാറ്റ്, കൊടുങ്കാറ്റ് നൽകി. ദിവസങ്ങളോളം അടിക്കുന്ന, ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ശക്തമായ കൊടുങ്കാറ്റിനാൽ അവരുടെ നാട് അള്ളാഹു അവരെ നശിപ്പിക്കണം. അവർ വീണുകിടക്കുന്ന ഈത്തപ്പന തടികളെപ്പോലെയായി എന്നൊക്കെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് അവരുടെ നാശത്തെക്കുറിച്ചാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ചരിത്രങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ എത്രത്തോളം പേടിയോടെ വിനീതരായിട്ടാണ് നമ്മൾ ഈ ചരിത്രങ്ങൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യേണ്ടത്. സമൂദ് ഗോത്ര ആദ് സമൂഹം ഉണ്ടാക്കിയ ഇത്തരത്തിലുള്ള വലിയ വലിയ കോട്ടകൾ
പാറ തുറന്നുണ്ടാക്കിയ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ബഹുമാനിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചത് ഇതൊരു ചെറിയ തിന്മയല്ലേ എന്ന് പറയുന്നതിന് പകരം ആ ചെറിയ തിന്മയിലും സലഫുകൾ പറഞ്ഞതുപോലെ നീ തിന്മയുടെ വലുപ്പമോ ചെറുപ്പമോ അല്ല നോക്കേണ്ടത്, നീ ആരെയാണ് ധിക്കരിക്കുന്നത് എന്നാണ് നീ നോക്കേണ്ടത്. അതുകൊണ്ട് എന്നെ ഈ തെറ്റ് ചെയ്യുമ്പോൾ റഹ്മാനായ റബ്ബി എന്നെ പിടികൂടിയാൽ എൻ്റെ അവസ്ഥ എന്താകും? ഈ ബേജാറ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഉള്ള ശിഷ്ടകാലം, കുറഞ്ഞ കാലം നമുക്കൊക്കെയുള്ളൂ, ആ കാലം റഹ്മാനായ റബ്ബിന് ഇഷ്ടമുള്ള, അള്ളാഹുവിന് തൃപ്തിയുള്ള രീതിയിൽ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹ് ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.